നമസ്കാരം. ഇന്ന് നമുക്കൊരു വസ്തുതയെക്കുറിച്ച് ചർച്ച ചെയ്യാം. വസ്തുത മറ്റൊന്നുമല്ല, FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർകൾ ഈ FCRAയിലൊരു നിയമ ഭേദഗതി കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അറിയേണ്ട കുറേ വസ്തുതകൾ ഇതിലുണ്ട്. എന്താണ് FCRA, എന്തുകൊണ്ട് FCRA, എന്തിന് FCRA, FCRAയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എന്തെല്ലാം, ഇതിൻ്റെ പ്രായോഗികമായ വൈതരണികൾ എന്തെല്ലാം, ഇതെല്ലാം നമുക്കൊന്ന് ഒരു ചെറിയൊരു ഓട്ടപ്രദക്ഷിണം നടത്തിക്കൊണ്ട് കടന്നു പോകാം. ഒന്നോർക്കുക, എക്കാലത്തെയും നമ്മളെ ഭരിച്ചിരുന്ന ഒരു ഭരണകർത്താക്കളിൽ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് ഇത്രമേൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അദ്ദേഹത്തിൻ്റെ നിതാന്തമായ ഒരു ജാഗ്രത, അതാണ് ഈ FCRAയിലൂടെയും നോട്ട് നിരോധനത്തിലൂടെയും ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ FCRAയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഹൽഗാം ഭീകരാക്രമണം, നമ്മുടെ ചെങ്കോട്ട ഭീകരാക്രമണത്തെ തുടർന്ന് ഈ രാജ്യസുരക്ഷയെ മുൻനിർത്തി ജമാഅത്ത് ഇസ്ലാമിയുടെ കാശ്മീരിലെ കുറേ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കുകയുണ്ടായി. പിന്നെ നമുക്കറിയാം, ഹരിയാനയിലെ അൽഫറ യൂണിവേഴ്സിറ്റി, ഇത് സർക്കാർ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഒരു പ്രധാന വസ്തുത എന്തെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരു ദളിത് ആക്ടിവിസ്റ്റിനെ കുറിച്ച്, ഒരു പുരോഹിതനായ ദളിത് ആക്ടിവിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു സ്റ്റാൻ സ്വാമിയെ പറ്റി, ഫാദർ സ്റ്റാൻ സ്വാമി. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിലൂടെ കുറേയധികം ഫണ്ട് മാവോയിസ്റ്റുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി. നമുക്കറിയാം, കൂടംകുളം ആണവ വൈദ്യുത പദ്ധതിയെക്കുറിച്ച് നമ്മളൊക്കെ അറിയാം. അവിടെ നിന്നാണ് ഈ കടുത്ത ചൂടുകാലത്തും അപങ്കുരം വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ആണവ വൈദ്യുതി ഇതിൻ്റെ ആ ഒരു സമരം നടക്കുമ്പോൾ അത് ചില തീവ്ര നിലപാടുള്ള പരിസ്ഥിതി സംഘടനകളുടെ സാന്നിധ്യം സർക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ 4 ക്രൈസ്തവ സംഘടനകളുടെ FCRA അക്കൗണ്ടാണ് സർക്കാർ അന്ന് മരവിപ്പിച്ചത്. കൂടാതെ ചില പ്രത്യേക സഭകളിൽ ഈ ഒരുപാട് കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പല പേരുകളിൽ. ഇതിനൊക്കെ സേവ് ഭാരതി എന്ന ഒരു സംഘടനയുടെ പേരിൽ വൻ ഫണ്ട് പുറത്തു നിന്ന് കടന്നു വന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പാസ്റ്റർ, കൊമ്പനാട് പാസ്റ്ററോ എന്തോ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, അതിൻ്റെ ഒരു കമ്മീഷൻ എനിക്ക് കിട്ടിയാൽ മതി. അതായത് അച്ഛൻ്റെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊരു FCRA അക്കൗണ്ട് അച്ഛനുണ്ടെന്നും ആ FCRA അക്കൗണ്ട് വഴി ലഭിക്കുന്ന പണം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാമെന്നും ഒക്കെയാണ് അച്ഛൻ്റെ അന്നത്തെ വാഗ്ദാനം. ഒന്നോർക്കുക, ഇത്തരം ആപൽക്കരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ FCR നിയമത്തിൻ്റെ ഭേദഗതിയെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതീവ നിഷ്കർഷാബോധമുള്ള ഒരു ഭരണകർത്താവാണ്, അല്ലെങ്കിൽ ഒരു ഭരണ സമൂഹമാണ് നമുക്കിപ്പോൾ നിലവിലിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഈ FCA നിയമ ഭേദഗതി വളരെയധികം സഹർഷപരമായി പല ആളുകളും ബൗദ്ധിക ലോകം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ FCR നിയമം ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്തൊന്നുമല്ല. അതിന് 1976 ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഈ FCR നിയമം കൊണ്ടുവരുന്നത്. അതായത് അടിയന്തരാവസ്ഥക്കാലം തൻ്റെ ഭരണത്തിന് യാതൊരുവിധ കോട്ടവും തട്ടാൻ ബാഹ്യശക്തികൾ ഫണ്ട് വിനിയോഗിക്കപ്പെടരുത് എന്നുള്ള ഒരു സൂക്ഷ്മ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ആ ഒരു നിയമം ഫോറിൻ റെഗുലേഷൻ ആക്ട് 1976 കൊണ്ടുവരുന്നത്. പിന്നീട് 2010 അതിൽ ഒരു ഭേദഗതികൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒരു ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ 2016 ഒരു ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ 18 പിന്നെ 20 ഒക്കെ ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ ഘട്ടമായിട്ട് ഈ FCR നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നത്. അവസാനമായി നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരുടെ കയ്യിൽ ഈ FCR ഭേദഗതിയുടെ കരട് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ FCR ആദ്യകാലങ്ങളിൽ നമുക്ക് ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അതായത് വിദേശത്തു നിന്നും FCR പണം ധാരാളം കോടിക്കണക്കിന് രൂപ കൊണ്ടുവരുവാൻ ഒരു FCR ലൈസൻസ് എടുത്തിട്ടുള്ള ചില ഏജൻസികളുണ്ടായിരുന്നു. അവർ മുഖാന്തരം അനവധി പണം, ഒരു കണക്കില്ല പണം ഇവിടെ നിന്ന് നിർബാധം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യപ്പെട്ടിരുന്നു. പല ആക്ടിവിസങ്ങൾക്കൊക്കെ ആയിട്ട് വിതരണം ചെയ്യപ്പെട്ടു. പല മേഖലകളിലേക്കും അത് നിയമവിരുദ്ധമായ മേഖലകളിലേക്കൊക്കെ അത് വിനിമയം ചെയ്യപ്പെട്ടു. അപ്പോൾ സർക്കാർ ഇതിനൊരു ഭേദഗതി, എന്താണ് FCR എന്ന് പറഞ്ഞാൽ, വിദേശത്ത് നിന്ന് ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷന്, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാമ്പത്തിക സഹായം എത്രയോ അത് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. അതിന് യാതൊരു തടസ്സങ്ങളുമില്ല. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. പക്ഷേ കൊണ്ടുവരുമ്പോൾ അത് FCR ലൈസൻസ് ഉള്ള ഒരു ഏജൻസിക്ക് മാത്രമേ അതിന് സാധ്യമാവുള്ളൂ. ചുമ്മാ വഴിയെ പോകുന്ന ആൾക്കാർക്ക് FCR ലൈസൻസ് കൊടുക്കില്ല. അതിന് 3 കൊല്ലത്തെ സേവന പരിചയം വേണം ഈ മേഖലയിൽ. പിന്നെ ഒരു 15 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ കർശന ഉപാധികളുടെയാണ് ഈ FCR ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ. ഈ FCR ലൈസൻസ് ഉള്ള സ്ഥാപനത്തിന് പണം നിങ്ങൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാം, വിദേശ സംഭാവന കൊണ്ടുവരാം. പക്ഷേ ഈ ആദ്യം 50% നിങ്ങൾക്ക് ഇവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ചിലവായിട്ട് ഇവിടെ ഉപയോഗിക്കാമായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് മോടി പിടിപ്പിക്കുക, ഈ വലിയ വലിയ കാറുകൾ വാങ്ങുക, ഈ 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ശമ്പളം എഴുതിയെടുത്തുകൊണ്ട് ജീവനക്കാരെ അല്ലെങ്കിൽ അതിൻ്റെ ട്രസ്റ്റിനെയൊക്കെ നിയമിക്കുക. ഇതൊക്കെ തോന്നിയ പോലെയുള്ള 50%, അതായത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സംഭാവനയായിട്ട് അതൊരു ഹോസ്പിറ്റൽ നടത്താനാകാം, ഒരു ആരാധനാലയം പണിയാനാകാം, അതുമല്ലെങ്കിൽ സാധുജനങ്ങളുടെ ക്ഷേമം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോം പണിയാനാകാം. ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വിദേശത്ത് നിന്നും പണം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ 20% മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നിബന്ധന അതിലതാണ്. നാളന്ന് വരെയും നമുക്ക് 50% ഉപയോഗിക്കാമെങ്കിൽ ഇതിനകത്ത് 20% അത് വെട്ടിക്കുറച്ച് നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി 80% എന്തിനാണോ വകമാറ്റി ചിലവഴിക്കരുത്, എന്തിനാണോ അത് ഫോറിൻ സംഭാവന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്
അതിന് മാത്രമേ ഉപയോഗിക്കാവൂ. അതായത് നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ, ഒരു സാധു ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കുവാനായിട്ട് ഒരു ഹോസ്പിറ്റൽ പണിയാനാണ് ആ പണം കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് പള്ളി പണിയാൻ പാടില്ല. അപ്പോൾ എന്തിനാണ് ആ ഫണ്ട് ലഭിക്കുന്നത്? അതിന് മാത്രമേ അത് വിനിയോഗിക്കാവൂ. ഇപ്പോൾ ഏത് സംഘടനയ്ക്കാണോ ആ പണം കൊടുക്കുന്നത്, അതായത് കാരിത്താസ് ഇന്ത്യയെ പറ്റി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭയ്ക്ക് ആണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇവിടെ വിദേശ രാജ്യത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ കാരിത്താസ് സംഘടന മറ്റൊരു സംഘടനയ്ക്ക് ഇത് കൈമാറാൻ പാടില്ല. മറ്റൊരു ഏജൻസിക്ക് ഈ പണം, ഏത് സംഘടനയ്ക്കാണോ കൊടുക്കുന്നത് ആ സംഘടന മാത്രമേ അതിനകത്ത് ആ പ്രവൃത്തി ചെയ്യാവൂ. മറ്റൊരു സംഘടനയ്ക്ക് ഇത് കൈമാറാൻ പാടില്ല. ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഫണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെയുള്ള അക്കൗണ്ടിലേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ന്യൂഡൽഹിയിലുള്ള SBIൻ്റെ ഒരു FCRA അക്കൗണ്ടിൽ കൂടി ആയിരിക്കണം ഫണ്ട് സ്വരൂപിക്കേണ്ടത് എന്നാണ് ഇതിനകത്തുള്ള ഭേദഗതി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പണം ഫോറിൽ നിന്ന് വരുന്ന പണം കണക്കില്ലാതെ വകമാറ്റി ചെലവഴിക്കാനോ കണക്കില്ലാതെ ചെലവഴിക്കുവാനോ ഈ പറഞ്ഞ പോലെ തോന്നിയ പോലെ ആർഭാടകരമായിട്ട് അത് വിനിയോഗിക്കാനോ ഒന്നും സാധ്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഉത്തരേന്ത്യൻ രാജ്യങ്ങളിൽ അതിദാരിദ്ര്യ മേഖലകളിൽ ചില മിഷണറി പ്രവർത്തകർ ചെന്ന് ഒരു ഫണ്ട് അവർക്ക് ലഭിക്കുകയും ഒരു FCRA അക്കൗണ്ട് പണ്ട് കാലത്ത് ഇവർ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ ഫണ്ടിൽ കോടികൾ കടന്നു വരും. എന്നിട്ട് ആ ഫണ്ട് കൊണ്ട് ഇതേപോലെ ഒരു അതിദരിദ്ര മേഖലകളിൽ വലിയൊരു പള്ളി പണിതതിനോടൊപ്പം തന്നെ ഒരു തയ്യൽ യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും പണിത് അവിടെയുള്ള പ്രദേശത്തിലുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം, അവരെ കഷ്ടപ്പാട് ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ശാശ്വതമായ ശാന്തി ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് താൽക്കാലികമായ ഉപജീവനമൊക്കെ ഒപ്പിച്ചു കൊടുത്ത് അവരെ വശീകരിച്ച് മതം മാറ്റുന്ന ഒരു പ്രവണത സാർവത്രികമായിട്ട് നടന്നു വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഒരു അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഉത്തരേന്ത്യയിൽ. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടുക എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഫണ്ട് ലഭിക്കുകയും പിന്നീട് ഇത് FCRA ഇത് പുതുക്കാതിരിക്കുകയും ഇത് ഈ അച്ഛന്മാർ സ്വന്തം പോക്കറ്റിൽ ഈ FCRA വഴി ലഭിച്ച അസറ്റുകൾ സ്വന്തം പോക്കറ്റിലാക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അത് ഇനി നടക്കൂല. അതാണ് ഈ ഭേദഗതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് FCRA ലൈസൻസ് എടുക്കണം. 5 കൊല്ലത്തിൽ 6 മാസം ഉള്ളപ്പോൾ ഇത് ലൈസൻസ് പുതുക്കണം. ഓരോ കൊല്ലവും ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ എന്തിനാണോ ചെലവഴിച്ചത് അതിൻ്റെ വൗച്ചേഴ്സ്, ഇതെല്ലാം സഹിതം കണക്ക് കൃത്യമായിട്ട് ഒരു ഏജൻസിയെ ബോധിപ്പിക്കണം. അല്ലാത്ത പക്ഷം അസറ്റ് പൂർണ്ണമായും സർക്കാർ പിടിച്ചെടുക്കും. അതിനൊരു ഓഫീസറെ, ഒരു ഒഫീഷ്യേറ്റിംഗ് അതോറിറ്റിയെ നിയമിക്കുന്നുള്ളതാണ്. അതൊരു കളക്ടറാകാം, അതുമല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ് സെക്രട്ടറി ആകാം, ചീഫ് സെക്രട്ടറി ആകാം, അങ്ങനെ ആരും ആകാം. അങ്ങനെ ഒരു ഒഫീഷ്യേറ്റിംഗ് അതോറിറ്റിയെ ഇതിൽ നിയമിക്കപ്പെടുമെന്നുള്ളതാണ്. അവർക്കാണ് ഇത് ബോധിപ്പിക്കേണ്ടത്. അവരാണ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത്. നിങ്ങൾക്ക് ലഭിച്ച പണം ആ ഒരു കാര്യത്തിന് തന്നെയാണോ വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഏജൻസിയെ ബോധിപ്പിക്കുകയും ഇത് കൃത്യമായിട്ട് പുതുക്കി കൊണ്ടുവരികയും ഈ ലൈസൻസ് പുതുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വരണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അഴിമതിയില്ലെങ്കിൽ, ഇങ്ങനെ വകമാറ്റി ചെലവഴിക്കില്ല എന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് ചെലവഴിക്കുന്നതിന് കാര്യകാരണ രേഖകളുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഒരു സംശയവും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ FCRA ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 16,000-ഓളം സംഘടനകൾക്ക് FCRA ഫണ്ട് ഈ ഇന്ത്യയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്.
ഇതിൽ ഏതാണ്ട് 23,000 കോടി രൂപയോളമാണ് ഒരു കൊല്ലം FCR ഫണ്ട്, ഫോറിൻ കോൺട്രിബ്യൂഷനായിട്ട്, വിദേശ ഫണ്ടായിട്ട് ഈ പറഞ്ഞ പല ഏജൻസികൾക്കും കയ്യിൽ വരുന്നത്. 23,000 കോടി, 22,000, 23,000 കോടി. ഇതൊരു ചെറിയ തുകയല്ല. ഇത് എങ്ങനെ ചെലവഴിക്കുന്നു, എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു, എപ്രകാരം ആര് ചെലവഴിക്കുന്നു, ആധാർ കാർഡെല്ലാം വേണമെന്ന് ടെസ്റ്റുകൾക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഡാറ്റ, ഇതിൻ്റെ എല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇതിൻ്റെ എല്ലാം സൂക്ഷ്മ പരിശോധന കേന്ദ്ര സർക്കാർ തലത്തിൽ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. 2020 അതായത് FCR നിയമ ഭേദഗതി മുന്നോട്ട് കൊണ്ടുവരുവാൻ തീരുമാനിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് 2020 കാലഘട്ടങ്ങളിൽ ഏകദേശം 3020ഓളം FCR അക്കൗണ്ടുള്ള സന്നദ്ധ സംഘടനകൾ നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. അതിൽ 60% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടേതായിരുന്നു എന്നുള്ളതാണ്. ഇത് 2026 1045 എണ്ണമായിട്ട് ഇത് ചുരുങ്ങി എന്നുള്ളതാണ്. ഇവർ പുതുക്കിയിട്ടില്ല, പുതുക്കുകയോ അത് ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതിൽ 1045 എണ്ണത്തിൽ 811 ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടേതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇവർ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശത്തു നിന്നും പണം വൻതോതിൽ ആയിരക്കണക്കിന് കോടി രൂപ സ്വീകരിച്ചുകൊണ്ട് അക്കൗണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. ഈ FCR അക്കൗണ്ട് ഉപേക്ഷിച്ച് അത് ഇങ്ങനെ പുതുക്കാതിരുന്നാൽ, ഇത് കൃത്യമായിട്ട് ഇതിന് വരവ് ചെലവ് കണക്ക് കൊടുക്കാതിരുന്നാൽ, ഈ കേന്ദ്ര സർക്കാർ ഇതിന് പിടിച്ചെടുക്കും. ഈ FCR അസറ്റ് എന്തോ അത് പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് അത് ആരാധനാലയമാണെങ്കിൽ, ആരാധനാലയമാണെങ്കിൽ അതിൻ്റെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് അത് സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ, മറ്റുള്ള അസറ്റുകളാണെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ സർക്കാർ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കും. ഹോസ്പിറ്റലാവട്ടെ, ചാരിറ്റബിൾ മറ്റുള്ള കെട്ടിടങ്ങളാവട്ടെ, മറ്റുള്ള ഭൂമിയാവട്ടെ, ഇതെല്ലാം സർക്കാർ പിടിച്ച് അവർ അറ്റാച്ച് ചെയ്യുന്നുള്ളതാണ്. ആ സർക്കാരിലേക്ക് മുതൽ കൂട്ടപ്പെടും. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് കണക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ FCRനെ കുറിച്ച് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആവട്ടെ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആവട്ടെ, ഇപ്പോൾ ഹൈന്ദവീയ കമ്മ്യൂണിറ്റി ആവട്ടെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിൽ ഒരുപാട് സംഘടനകളുടെ കണക്ക് കാണിക്കാത്തത് കൊണ്ടോ, അതിന് പ്രത്യേകിച്ച് റിട്ടേൺ സമർപ്പിക്കാത്തത് കൊണ്ടോ ഒരുപാട് സംഘടനകളുടെ FCR അക്കൗണ്ട് ക്യാൻസലായി പോയിട്ടുണ്ട്. നമുക്കറിയാം, മാതാ അമൃതാനന്ദമയിയുടെ കോയമ്പത്തൂർ ഒരു സന്യാസി മഠത്തിൻ്റെ FCR അക്കൗണ്ട് ക്യാൻസലായി പോയിട്ടുണ്ട്. ദെൻ പോരാത്തതിന് ഒരുപാടുണ്ട്. ഈ ഭാരതീയ സാംസ്കൃതിക പരിഷത്തിൻ്റെ FCR അക്കൗണ്ട് ക്യാൻസലായി പോയിട്ടുണ്ട്. പിന്നെ ദയാനന്ദ ആംഗ്ലോ വേദിക് ട്രസ്റ്റിൻ്റെ, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ FCR അക്കൗണ്ട് ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരുപാട് ഹൈന്ദവീയ സമൂഹത്തിൻ്റെ ആയാലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആയാലും FCR അക്കൗണ്ട് ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം, ഈ ക്യാൻസലായി പോയ വസ്തുവകകളെല്ലാം സർക്കാരിലേക്ക് ഒരു മുതൽ കൂട്ടപ്പെടുമെന്നുള്ളതാണ് ഈ ഒരു FCR ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു പ്രധാന വൈതരണി ഞാൻ കാണുന്നത്, ഒരു ഹോസ്പിറ്റൽ ആണ് ഇതേപ്രകാരം FCR അക്കൗണ്ടിൻ്റെ പുതുക്കപ്പെടാൻ പറ്റാതെ സർക്കാർ പിടിച്ചെടുക്കുന്നത് എങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ ഭരണം സർക്കാർ എങ്ങനെ നിർവഹിക്കും? ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആയാലും ഏത് കമ്മ്യൂണിറ്റിയുടെ ആയാലും ഒരു ഹോസ്പിറ്റൽ, നല്ല സൗകര്യമുള്ള ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ ആണ് സർക്കാർ പിടിച്ചെടുക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഭരണം തുടർന്ന് കൊണ്ടുപോകുന്നത്? അതിൻ്റെ സേവനം പൊതുസമൂഹത്തിന് ലഭ്യമാകണം എന്നുള്ള ഒരു വസ്തുത വേറെ. 2,
ഇപ്പോൾ ഒരു ചർച്ച്, ഒരു പള്ളിയാണ് സർക്കാർ പിടിച്ചെടുക്കുന്നതെങ്കിൽ അതിൽ ആരാധനാ സ്വഭാവം നിലനിർത്തുന്നതാണ്. ആരാധനാ സ്വഭാവം നിലനിർത്തുന്നു എങ്കിൽ അവിടെയുള്ള ഈ ഭണ്ഡാര വരവ് സർക്കാർ എടുക്കണം. അവിടെയുള്ള പ്രാർത്ഥിക്കാൻ വരുന്ന അച്ഛന്മാർക്ക് സേവനം കൊടുക്കണം. അവിടെ കപ്പ്യാർക്ക് സേവനം, അവിടെ തൂപ്പുകാരിക്ക് സർക്കാർ അത് പെയിൻ്റൊക്കെ അടിച്ച് അത് കെട്ടിടം നാശോന്മുഖമാകാതെ സർക്കാർ നിലനിർത്തുകയും വേണം. അപ്പോൾ ഇത് സർക്കാരിനൊരു ഭാരിച്ച പണി. ഇത്തരം പ്രവൃത്തികൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയൊരു സംവിധാനം തന്നെ സർക്കാർ തലത്തിൽ പുതിയതായിട്ട് കൊണ്ടുവരേണ്ടി വരും. അതല്ലെങ്കിൽ ഇത് കനത്ത നഷ്ടം പൊതുസമൂഹത്തിനുണ്ടാക്കും എന്നാണ് ഞാൻ നോക്കിക്കാണുന്നത് ഇതിനെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഒരു സർക്കാർ ഭരിക്കാം, പിന്നത്തെ ഒരു സർക്കാർ വരാം, പിന്നെ വേറെ സർക്കാർ വരാം. ഇങ്ങനെ സർക്കാരുകൾ മാറി മാറി വരുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ത്യയുടേത് എന്നുള്ളത്. അപ്പോൾ ഒരു സന്നദ്ധ സംഘടനയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ തങ്ങളുടെ വറുതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇത് FCRA അക്കൗണ്ട് ഒരു തുരുപ്പു ചീട്ടാക്കില്ലേ എന്നുള്ളൊരു ആശങ്ക ഞാനിതിൽ നോക്കിക്കാണുന്നുണ്ട്. അതായത് ഞങ്ങളുടെ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു കൈവിട്ട നിലപാട് ചില സർക്കാരുകൾ എടുത്താൽ ഇപ്പോൾ സ്വാഭാവികമായും ഒരു വല്ലാത്തൊരു ദയനീയമായ സാമൂഹ്യ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഞാനിതിൽ നോക്കിക്കാണുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എത്രയും പുതുക്കി കൊടുക്കാമെന്നതിൽ ചെറിയ ചെറിയ ന്യൂനതകൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം തിരുത്താൻ അവർക്കൊരു അവസരം കൊടുക്കണം. ഇപ്പോൾ ഈ നിയമപ്രകാരം ഇവർക്ക് കോടതിയിൽ പോകാൻ തന്നെ ഈ സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അനുമതി തന്നെ വേണ്ടി വരും എന്നുള്ളതാണ്. അത് CBI ഒരു കേസിൽ CBI അന്വേഷിക്കേണ്ടി വരുമ്പോഴും സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ നമുക്ക് CBIയുടെ അന്വേഷണം സാധ്യമല്ല. എങ്കിൽ കൂടിയും ഇതിന് ഇങ്ങനെ ഒരു നിയമ നടപടി എടുക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഭേദഗതി പറയുന്നത് ഈ FCRA സംബന്ധിച്ചിടത്തുള്ള എന്തെങ്കിലും ക്രൈമുകൾ വന്നാൽ, ഇതിൻ്റെ ഒരു ക്രൈമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ FCRAയിൽ 5 വർഷം, പഴയ നിയമപ്രകാരം 5 വർഷം ശിക്ഷ കിട്ടും എന്നുള്ളത് ഇത് 5 വർഷം എന്നുള്ളത് 1 വർഷമായിട്ട് ലഘൂകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അന്വേഷണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണ ഏജൻസികൾക്ക് സമയപരിധി നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 360 ദിവസം, ആദ്യം 180 ദിവസമായിരുന്നു ഇതുണ്ടായിരുന്നു. 360 ദിവസം വരെ ഇതിന് അന്വേഷണത്തിൻ്റെ സമയം ഈ പുതിയൊരു നിയമ ഭേദഗതിയിലൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് FCAയുടെ ഒരു കാതലായ വശം എന്ന് പറയുന്നത്. അപ്പോൾ FCA വന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണ്. അവർക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടുള്ള കൂടുതൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതും. ഏറ്റവും കൂടുതൽ FCRA അക്കൗണ്ട് ഉള്ളത് ഹിന്ദു സമൂഹമാണെങ്കിൽ, ഇന്ത്യ വയസ്സ് ഒരുപാട് ഹിന്ദു സമൂഹമാണെങ്കിലും തുക കൂടുതൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ്. ഇത് കൃത്യമായിട്ട് വരവ് ചെലവ് കണക്കുകൾ കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഒരാൾക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത് MES ആയാലും ശരി, മുസ്ലിം സംഘടന ശരി. ഫണ്ട് പുറത്തു നിന്ന് വരുമ്പോൾ അതിന് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട്, സർക്കാർ മേഖലയിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് നല്ലൊരു ഓഡിറ്ററുടെ പ്രാക്ടീഷണറുടെ സൂപ്പർവിഷനിൽ ഇത് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടാൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് യാതൊരു ഭീഷണി ഇതുമൂലം ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20% അഡ്മിനിസ്ട്രേറ്റീവ് ചിലവ് ഇതിനകത്ത് ഇവർക്ക് ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ ചില വലിയ ഹോസ്പിറ്റൽ പോലെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഈ 20% വരുന്ന തുക പോരാതെ വന്നാൽ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെയും നേഴ്സിൻ്റെയും ശമ്പളം അവർ കുറയ്ക്കാനും അത് ഇടവരുന്നുള്ളതാണ്. അല്ലെങ്കിൽ ചികിത്സാ ചെലവ് കൂടുവാൻ
ചികിത്സാ ചെലവ് കൂടുവാൻ ഈ സാഹചര്യം ഇടവരാൻ ഒരു സാധ്യതയുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 20% 30% ഈ ബാക്കി വരുന്ന 10% അവർ കണ്ടെത്തേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സേവനത്തിൻ്റെ വില കുറച്ചുകൊണ്ടോ അതിൻ്റെ എക്സ്പെൻസ് കുറച്ചുകൊണ്ടോ അവർ കണ്ടെത്തേണ്ടി വരും. ഇത് സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തെ ഒരു പരിധിവരെ ഹാനികരമായി ബാധിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരം ആശങ്കകൾ, ഇത്തരം വൈതരണികൾ, ഇത്തരം ബോട്ടിൽ നെക്സ് എല്ലാം ദൂരീകരിക്കപ്പെട്ട് ഈ ഒരു നിയമം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇപ്പോഴും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവർ ഇത് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇതൊരു സാധാരണ ബില്ല് അവതരിപ്പിച്ചാൽ അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാറാണ് പതിവ്. ഇത് ബില്ലവിടെ, അതായത് ഇൻകം ടാക്സിൻ്റെ 20-25 ഇൻകം ടാക്സ് അമെൻമെൻറ്റ് വന്നപ്പോൾ അത് പൊതുസമൂഹത്തിലേക്ക് അത് പബ്ലിക് ഒപ്പീനിയനും അതിൻ്റെ നിർദ്ദേശങ്ങൾക്കുമായിട്ട് സർക്കാർ വിട്ടുകൊടുക്കുക ഇൻകം ടാക്സിൻ്റെ അമെൻമെൻറ്റ്. പക്ഷേ അതിനെ ഒരു പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായത്തിന് നിർദ്ദേശങ്ങളും അവരെ ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നുണ്ട് എന്നെല്ലാം നിർദ്ദേശത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇൻകം ടാക്സ് അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെയല്ല ഇത് അവതരിപ്പിച്ചപ്പോൾ തന്നെ ലോകസഭയിൽ എതിർപ്പ് വന്നപ്പോൾ ഇത് സർക്കാർ ഒരു സബ്ജക്റ്റീവ് കമ്മിറ്റി, സെലക്റ്റീവ് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കാതെ ഇതവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതായത് സർക്കാർ അത് ഏത് വിധേനയിലും ബില്ല് അമെൻമെൻറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചുറപ്പിച്ചത്. ഇതിൽ രാജ്യസുരക്ഷയുണ്ട്, രാജ്യ താല്പര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെടുന്ന ഈ നിയമം ഒരു പരിധിവരെ നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന പണം അത് എത്ര തന്നെയായാലും അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവാതെ, ചില ജൻസി വിപ്ലവങ്ങളെല്ലാം നമ്മൾ പുറത്ത് കണ്ടതാണ്. അതുപോലെയുള്ള കലാപങ്ങൾക്ക് ഇന്ത്യയിൽക്കകത്ത് ഫണ്ട് ചെയ്യപ്പെടാതെ, അത്തരം കലാപങ്ങളൊന്നും ഉണ്ടാകാതെ, അത്തരം നമ്മുടെ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാവാതെ ഇവിടെ സമാധാനമായിട്ടുള്ള ജീവിതം ജനങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഫണ്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുവെങ്കിൽ അത് എക്കാലത്തും ശ്ലാഘനീയം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും ഞാൻ ഇതിനോടൊപ്പം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.